സഞ്ജു പി മാത്യു ഈ സംഭവം നടക്കുന്ന സമയത്തൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. അതിനുശേഷം പല ചോദ്യം ചെയ്യലുകൾക്കും ആ കുടുംബം വിധേയമായി. പിന്നീട് സഞ്ജു പി മാത്യു കുറേ നാളുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ച് ഒരു നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആ സമയത്താണ് അഭയ കേസിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നതും ഫൈനൽ തീരുമാനങ്ങളൊക്കെ വരുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് CBI അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്കത് സാക്ഷിയാകണോ അതോ പ്രതിയാകണോ. ഈ ഒരു ഓപ്ഷനാണ് സഞ്ജു പി മാത്യുവിൻ്റെ മുമ്പിലേക്ക് വന്നത്. ഒന്നുകിൽ സാക്ഷിയായി സഞ്ജു പി മാത്യുവിനെ രക്ഷപ്പെടാം, അതല്ലെങ്കിൽ സഞ്ജു പി മാത്യു ഈ കേസിൽ പ്രതിയാവും. ഇതുപോലെ പ്രതിയായ ചില വ്യക്തികളാണ് പിന്നീട് നമുക്കറിയാലോ അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ വന്നതൊക്കെ നമുക്കറിയാം, ASI അഗസ്റ്റിൻ. അപ്പോൾ അവിടെ സഞ്ജു പി മാത്യു ആ സമയത്ത് സഞ്ജു പി മാത്യുവിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സഞ്ജു പി മാത്യു സാക്ഷിയാവാൻ തയ്യാറാവുകയാണ്. അങ്ങനെയാണ് സഞ്ജു പി മാത്യുവിൻ്റെ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഫാദർ തോമസ് കോട്ടൂരിൻ്റെ സ്കൂട്ടർ സഞ്ജു പി മാത്യുവിൻ്റെ വീടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെൻറ്റിൻ്റെ മതിലിനോട് ചേർന്ന് ഫാദർ തോമസ് കോട്ടൂരിൻ്റെ സ്കൂട്ടർ സഞ്ജു പി മാത്യു കണ്ടു എന്നൊരു മൊഴി വന്നത്. അപ്പോൾ ജോർജി നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, സഞ്ജു പി മാത്യുവിൻ്റെ മൊഴി അപ്രകാരം വരാൻ കാരണം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വേറൊരു മറ്റൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ അവിടെ പ്രതിയാകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാക്ഷിയാകണോ എന്നുള്ള ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും മാനസിക ബലഹീനതയിൽ അദ്ദേഹം ഒരു കള്ളസാക്ഷി പറയേണ്ടി ആയി എന്നുള്ള ചിന്തയിലേക്ക് വരണം അല്ലേ. ഈ മൊഴി വിചാരണ വേളയിൽ സഞ്ജു പി മാത്യു മാറ്റി പറയുന്നുണ്ട്. സഞ്ജു പി മാത്യു കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റ് സഞ്ജു പി മാത്യു പറയുന്നത് ആ മൊഴിയെ മാറ്റി സഞ്ജു പി മാത്യു പറയുന്നത് ഇങ്ങനെയാണ്, CBI ഉദ്യോഗസ്ഥർ തന്നെ പ്രഷർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് താൻ ആ മൊഴി കൊടുത്തത്. താൻ അങ്ങനെ ഒരു സ്കൂട്ടർ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു മൊഴി പറഞ്ഞത് തെറ്റായിരുന്നു. ഇങ്ങനെ ഈ ഒരു മൊഴിമാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്, CBI ഇങ്ങനെയും പറയുന്നുണ്ട്, പല സിസ്റ്റേഴ്സും അവരവരുടെ മൊഴികൾ മാറ്റി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ വസ്തുത? CBI അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മാധ്യമങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്ത് പോയിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇവിടെ ശരിക്കും സിസ്റ്റേഴ്സ് അവർ പറഞ്ഞ മൊഴികളിൽ നിന്ന് അവർ വ്യതിചലിച്ചോ അതോ അവർ ഈ സിസ്റ്റേഴ്സ് കൊടുത്തതൊന്നും 164 സ്റ്റേറ്റ്മെന്റ് അല്ല. അതാദ്യം നമുക്ക് മനസ്സിലാക്കണം. അതായത് സിസ്റ്റേഴ്സിൻ്റെ നിന്ന് CBI മൊഴി എടുത്തിരിക്കുന്നത് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ CBI രേഖപ്പെടുത്തിയത് തെറ്റാണ് എന്നാണ് അവർ കോടതിയിൽ വന്ന് പറഞ്ഞത്. അതായത് CBI മാനിപ്പുലേഷൻസ് ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാകാം, അവർ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല. പറയുകയാണെങ്കിൽ CBI അവർക്ക് തോന്നിയ പോലെ എഴുതിച്ചു, അത് കോടതി വന്നപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ. അതെ. അപ്പോൾ ശരിക്കും CBI ആണ് അവിടെ. അതാണ് ഈ മൊഴിമാറ്റി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയിട്ട് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഈ കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടി മൊഴി മാറ്റി എന്നൊക്കെ മാധ്യമങ്ങൾ ആ ഒരു സമയത്ത് എഴുതി കൂട്ടി. ഇതിലാ കൂടി മൊഴി മാറ്റിയത് സഞ്ജു പി മാത്യു ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഞ്ജു പി മാത്യു മൊഴി മാറ്റാനുള്ള സാഹചര്യവും സഞ്ജു പി മാത്യു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സാഹചര്യവും നമ്മൾ ചർച്ച ചെയ്തു. ഞാനൊരു മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ അഭയ സിസ്റ്ററിൻ്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഒരു പക്ഷം എന്തായിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു റോൾ എങ്ങനെയായിരുന്നു? അവർ ഞാൻ പലപ്പോഴും പല സംശയത്തിൻ്റെ മുനമ്പിൽ സഭ അധികാരികൾ നിർത്തുന്ന അത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും. കാരണം ഈ നമ്മൾ ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ പരിശോധിക്കുകയാണ്, കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമമൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 94 കാലഘട്ടത്തിൽ ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട് ചെയ്ത പല പ്രോഗ്രാമുകളിലൊക്കെ ഈ സഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള ചില ഒരു ആംഗിളുകൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ ആ പ്രോഗ്രാമിൽ പുറമേ നിന്ന് നാം നിരീക്ഷിക്കും, കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭ ഇതിൻ്റെ അകത്ത് എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സഭ കുറ്റവാളികളെ സംരക്ഷിക്കാൻ നോക്കി എന്നൊക്കെ ഒരു ധ്വനി വരുന്ന രീതിയിലുള്ള ചില പ്രോഗ്രാമുകളൊക്കെ കൃത്യമായ ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രമുഖ ദൃശ്യമാധ്യമത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സഭ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു കേസിൽ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു. എനിക്ക് തോന്നുന്നു ഈ ഇത്തരം മാധ്യമങ്ങളുടെ ഒരു അനാവശ്യമായ ഇൻവോൾവ്മെന്റ് ഈ ഒരു കേസിന്റെ വിധി ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെ മാത്രം നമ്മൾ ആ വിഷയത്തിൽ കുറ്റം പറഞ്ഞാൽ പോരാ എനിക്ക് തോന്നുന്നത്. കാരണം അഭയ കേസ് CBIക്ക് കൈമാറിയ ഒരു കാലം മുതൽ തന്നെ നാട്ടിൽ പല കഥകളും പ്രചരിച്ചിരുന്നു. കോട്ടയത്ത് പ്രത്യേകിച്ച് അതെല്ലാം പ്രചരിച്ചിരുന്നത് ഈ 2 അച്ഛന്മാരെയും സിസ്റ്റർ സെഫിയെയും കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ CBI പറയുന്ന കഥകളൊക്കെ അന്നും നാട്ടുകാർ പറഞ്ഞു നടന്നിരുന്ന കഥകളാണ്. അതൊരു റൂമേഴ്സാണ് ആയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാദർ തോമസ് താഴപ്പള്ളി ഉമ്മക്കത്തിലും ഇതേ കാര്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും അഭയ കേസിൽ ഈ 2 വൈദികരും ഒരു സിസ്റ്ററും
ഇവരെല്ലാ കാലത്തും ഇതിൽ നിറഞ്ഞു നിന്നിരുന്നു. അല്ല, എനിക്ക് ഇതിനോട് ജസ്റ്റ് ഒരു കാര്യം കൂട്ടിച്ചേർക്കണം. ഞാൻ പെട്ടെന്ന് ഓർക്കാതെ 95 കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു വലിയ റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് ഇപ്പോഴും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഈ ഇത്തരം മേഖലയിലൊക്കെ വളരെ വികാരഭരിതമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും എന്നാ പറയുക, ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നാ പറയുക, ഒരു വൈദികനോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ 2 വൈദികർ കൂടി ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയെ കൊന്നില്ലേ, എന്നിട്ട് ആ കേസ് നിങ്ങൾ അത് വളരെ ഒതുക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഒരു റൂമേഴ്സ് അന്ന് വളരെ സജീവമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റൂമേഴ്സ് പടരുകയും പിന്നെ വൈദികരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പിന്നെ അതിനുശേഷം അവരെ പോളിഗ്രാഫ് ടെസ്റ്റിനൊക്കെ വിധേയമാക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭമുണ്ട്. CBI 2ാം അന്വേഷണ സംഘത്തിൻ്റെ സമയത്താണത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ വൈദികർ തന്നെ അവരുടെ സഹവൈദികർക്ക് എഴുതിയൊരു ലെറ്റർ, ആ ലെറ്ററും കൂടി സ്ക്രീനിൽ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഈ കാണുന്നതാണ് ആ ലെറ്റർ. ഇതിലവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കെതിരെ ഒരുപാട് കുറ്റങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്നതിൽ പലരുടെയും അലസ സംഭാഷണങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ പല റൂമറുകളും കേട്ട് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങളുടെ ബലിയർപ്പണത്തിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഈ പരീക്ഷയുടെ കാലം ഞങ്ങൾ അതിജീവിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ലെറ്റർ, വികാരപരമായ ഒരു ലെറ്ററാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ലെറ്റർ അവരുടെ എല്ലാ രൂപതയിലുള്ള മറ്റു സഹവൈദികർക്കായിട്ട് അവർ അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തോമസ് താഴപ്പള്ളി ഇവർ മൂവരിലേക്കും ഇത്ര ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം ഈ റൂമേഴ്സ് എല്ലാം കേട്ടിട്ടായിരിക്കും അല്ലേ? ആ സമയത്തുണ്ടാകുന്ന ഈ റൂമേഴ്സ് അല്ലേ? ഈ ഫാദർ തോമസ് താഴപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ ഫാദർ നേരത്തെ നാം ഡിസ്കസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അച്ചടക്ക നടപടിയൊക്കെ ഒരു കാരണമായേക്കാം. നേരത്തെ ശ്രീ ജോജി പറഞ്ഞു ഈ മാധ്യമങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ്. പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു അഭയ കേസിൽ ഈ ഒരു പൊതുബോധം ഈ കുറ്റാരോപിതർക്കെതിരെ തിരിയുവാൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ഈ നാർക്കോ അനാലിസിസ് CD. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പലപ്പോഴും അന്നൊക്കെ എൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. പലരും അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാർക്കോ CD കണ്ടതോടുകൂടി, ഈ ഒരു പരിശോധനാ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി സഭയോടുള്ള ഞങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, സഭ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ. ഈ ഒരു സമയത്ത് ആ നാർക്കോ ഒരു CD അതിൽ ഉള്ള ഒരു പൊരുത്തക്കൂടെ നാം തീർച്ചയായും ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കും. ഈ നാർക്കോ അനാലിസിസ് CD കുറിച്ച് പറയുമ്പോൾ അതിൽ എഡിറ്റിംഗ് അല്ല, മറിച്ച് അത് തികച്ചും കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് അതിൻ്റെ ഒരു സത്യമായ കാര്യം അല്ലേ? അപ്പം അതിനെക്കുറിച്ചുള്ള എന്നാ പറയുക, എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ഹേമ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇത്രമാത്രം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ സാധാരണ ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ വന്നത് ഒരു ജാമ്യാപേക്ഷ അർജിയാണ്. അപ്പം ആ ഒരു കേസിന്റെ മെറിറ്റിലേക്ക്, ഒരു കേസ് ഡയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു സാധാരണഗതിയിൽ ഒരു ജഡ്ജി കിടക്കേണ്ട കാര്യമില്ല. പക്ഷേ വളരെ പരാമർശിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കേസിനെ പറ്റി ഹേമ മനസ്സിലാക്കിയപ്പോൾ 2 ആഴ്ചയോളം സമയമെടുത്ത് ജസ്റ്റിസ് ഹേമ എനിക്ക് തോന്നുന്നു ലീവ് എടുത്ത് മാറി ഈ കേസിനെ കുറിച്ച് പഠിച്ചു. ഈ നാർക്കോ അനാലിസിസ് ഈ 3 CDയും ജസ്റ്റിസ് ഹേമ കൃത്യമായി അത് കണ്ട് മനസ്സിലാക്കി. അതിൽ കൃത്യമായൊരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ബേസിക് ഒരു മീഡിയ നോളജ് ഉള്ള, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ യൂട്യൂബുമായി അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ വീഡിയോസ് കാണുന്നവരാണ് ഭൂരിഭാഗം പേരും. അത്തരം ഒരു ബേസിക് നോളജ് ഉള്ളവർക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കൃത്യമായി അതിനകത്ത് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ചോർന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവരോട് ചോദ്യം ചോദിക്കുന്ന ഒരു ലേഡിയുണ്ട്. മലയാളം പോലും അറിയില്ലാത്ത, ഇംഗ്ലീഷും എനിക്ക് തോന്നുന്നു കന്നഡയും കലർന്ന രീതിയിലാണ് ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഇവരോട് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്, ഇവർക്ക് വേണ്ട ഉത്തരങ്ങൾ ഇവരിൽ നിന്ന് വരുന്ന രീതിയിൽ ഇവർ ചോദ്യം ഫ്രെയിം ചെയ്യുന്നു. അപ്പം ഒരു ഉദാഹരണം, കോടാലി കൊണ്ട് ഞാൻ അടിച്ചു, അല്ലെ കോടാലി കൊണ്ട് അടിച്ചു എന്നൊരു ഉത്തരം ലഭിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ വിറക് കീറുന്നത് എന്ത് ഉപയോഗിച്ചാണ്? കോടാലി കൊണ്ട് വെട്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ചെയ്യണു, ഉത്തരം പറയുന്നു. ഈ ഉത്തരമാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് മനസ്സിലാക്കുന്നത് എന്താ? അഭയനെ കോടാലി കൊണ്ട് ഞാൻ വെട്ടി എന്ന രീതിയിലുള്ള ഒരു ഉത്തരം സിസ്റ്റർ സെഫിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ അച്ഛന്മാരുടെ ഭാഗത്തുനിന്ന്. ഇത് കാണുന്നവർ വിചാരിക്കും ഇവർ കുറ്റക്കാരാണ്. ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന അനേകം എഡിറ്റിങ്ങൾ ഞാൻ കണ്ടു. ഇതിനുശേഷം ഈ CD സിഡാക്കിലേക്ക് അയക്കുന്നുണ്ട്. സിഡാക്ക് പറയുന്നുണ്ട്, ഞങ്ങൾക്കത് പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾക്കില്ല. അതിനുശേഷം CDTയിലേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ CDTയിൽ നിന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം 1 മിനിറ്റിൽ തന്നെ 30-ലേറെ എഡിറ്റിങ്ങൾ അതിൽ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്രയും എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു CD, ഈ CD ആണ് പൊതുജനം അന്ന് കണ്ട് ഇവരെല്ലാവരും കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടത്.
എന്നാൽ ഇന്നത്തെ കാലത്തായിരുന്നു ഈ പൊതുജനം നാർക്കോ അനാലിസിൻ്റെ CD കാണുന്നതെങ്കിൽ അവർ കുറച്ചും കൂടി ബോധവാന്മാരാണ്. കാരണം ഒരു സിമ്പിളായിട്ട് കാണുന്ന എഡിറ്റിങ്ങുകളൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാക്കാം. അവരെല്ലാവരും മൊബൈലിലും മറ്റ് എല്ലാ രീതിയിലും വീഡിയോകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ മേഖലയിലുള്ളവർക്ക് അറിയാം. കാരണം അന്നത്തെ ഒരു ഇന്ത്യ വിഷൻ്റെ ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അവസാനം പറയുന്നതാണ് ഈ CD നിറയെ എഡിറ്റിങ്ങും അതോടൊപ്പം തന്നെ ഡിസോൾവ് എന്ന് പറഞ്ഞ എഡിറ്റിങ്ങിലുള്ള ഒരു ഇതാണ്. അതെല്ലാം നടന്നിരിക്കുന്ന ഒരു CD ആണ് എന്ന് അവർ തന്നെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ CD-കൾ അതിനുശേഷം അത് ചാനലുകളിലേക്ക് വരിക, അല്ലെ ചാനലുകൾ അതെല്ലാവരെയും കാണിക്കുക. അപ്പോൾ ഇതിലൂടെയൊക്കെ ആ ഒരു കോക്കസ്, ആ ടീം ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ഒരു പൊതുബോധം, ഒരു പൊതുവികാരം ഈ പ്രതികൾക്കെതിരെ സൃഷ്ടിച്ചെടുക്കുക, അല്ലേ? അല്ലെങ്കിൽ അവരെ കൂടുതൽ എന്നാ പറയുക, സമൂഹത്തിൽ അവരെ മോശക്കാരാക്കുക. ഇവർ തന്നെയാണ് കുറ്റക്കാരെന്ന് പൊതുസമൂഹത്തെ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തുക. മറ്റൊരു ഒരു സംശയം വരും, ഈ കൃത്രിമം നടന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസോൾവ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇതിന്റെ ഒറിജിനൽ റഷസ് എവിടെ പോയി? അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അന്വേഷണം ഫോറൻസിക് ലാബിലെ മാലിനി എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് എത്തും. കാരണം ഇത് എഡിറ്റ് ചെയ്ത CD ആണ് എന്ന് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇത് എഡിറ്റ് ചെയ്ത CD അല്ല, ഇത് കൃത്രിമമായിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി സൃഷ്ടിച്ചെടുത്തൊരു നാർക്കോ അനാലിസിസ് പരിശോധന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജോർജി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആദ്യമേ തന്നെ ഇവരെ കുറ്റക്കാരാണെന്ന് എങ്ങനെ ഈ നാർക്കോ അനാലിസിസിലൂടെ സ്ഥാപിക്കണം എന്നതിനനുസരിച്ച് പല ചോദ്യങ്ങളും തിരിച്ചും മറിച്ചും ചോദിച്ച് ആ ചോദിച്ച് കിട്ടിയ ഉത്തരങ്ങളെല്ലാം കൂടിയിട്ട് പിന്നീട് വേണ്ട ഇടങ്ങളിൽ എഡിറ്റ് ചെയ്ത് കയറ്റി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു CD ആണ് ഈ CD. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ CBI ആണോ കുറ്റം പറയേണ്ടത്, അതോ ഇതിൻ്റെ ഒറിജിൻ മാലിനിയാണോ, ഡോക്ടർ മാലിനിയാണോ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. എനിക്ക് മാലിനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു വ്യക്തി കൂടിയാണ്. പല ആരോപണങ്ങളും പല അച്ചടക്ക നടപടികളും മാലിനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു തീവ്രവാദ കേസിൽ ഇത്തരത്തിൽ ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ നാർക്കോ അനാലിസിസ് പരിശോധനാ ഫലം ഈ മാലിനി പുറത്തുവിടുന്നു, അതോടൊപ്പം തന്നെ വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞൊക്കെ പലതരത്തിലുള്ള അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാലിനി ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ മാലിനിയുടെ സ്വന്തം മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ജാതിപ്പേര് തിരുത്തിയിട്ടൊക്കെയാണ് മാലിനി ജോയിൻ ചെയ്തത്. ഇത് പിന്നീട് കണ്ടുപിടിക്കുകയും മാലിനിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അത് കർണാടക ആഭ്യന്തരമന്ത്രി അന്നത്തെ ആചാര്യാണ് അവരെ ഫോറൻസിക് ലാബിൽ നിന്ന് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നീട് അവർ കോടതിയിൽ പോയി തിരികെ ജോലിയിൽ കയറുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി നമ്മൾ വ്യക്തമാക്കാം. അതായത് ഈ അഗർവാൾ ഈ നാർക്കോ അനാലിസിസ് പരിശോധന കണ്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പരിശോധനയിൽ ഈ കുറ്റവാളികളെ കുറ്റം ചാർത്തുവാൻ തക്ക തെളിവൊന്നും അതിൽ നിന്ന് കിട്ടിയില്ല, അല്ലേ? ഇല്ല, കിട്ടിയില്ല എന്നല്ല, അദ്ദേഹത്തിന് അത് വെച്ചിട്ട് ഇവരെ പ്രതികളാണെന്ന് സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല. അതാണ് പ്രധാന കാരണം. മറ്റൊരു കാര്യം, ഈ ഒരു ശാസ്ത്രീയ പരിശോധന, ഈ നാർക്കോ അനാലിസിസ് പരിശോധന മാത്രമാണ് ഈ പ്രതികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഇല്ല, ഇത് രണ്ടാം CBI സംഘത്തിന്റെ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോളിഗ്രാഫ് ടെസ്റ്റ് നടന്നിരുന്നു. അതെല്ലാം നെഗറ്റീവായിരുന്നു. അത് നെഗറ്റീവായിരുന്നു. ഇവരെ കുറ്റക്കാരായിട്ട് തെളിയിക്കാനായിട്ട് അതിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബ്രെയിൻ ഫിംഗർ പ്രിന്റ് മാപ്പിംഗ് ആ പരിശോധന നടക്കുന്നത് മൂന്നാം CBI സംഘത്തിൻ്റെ സമയത്താണ്. ഇതെല്ലാം കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പരിശോധനകളിലേക്ക് കടക്കുന്നത്. ഈ കുറെ കൂടി ആധികാരികമാണ് ഈ പോളിഗ്രാഫും ബ്രെയിൻ മാപ്പിങ്ങും. ഈ നാർക്കോ അനാലിസിനേക്കാളും കുറെ കൂടി ആധികാരികമാണ് പോളിഗ്രാഫും ബ്രെയിൻ മാപ്പിങ്ങും. അതിലെല്ലാം പരിശോധന നെഗറ്റീവായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു CD-യുമായി ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളിലും ഏതോ ഒരു ശക്തി വളരെ നിഗൂഢമായിട്ട് ഇവർ തന്നെയാണ് പ്രതികളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറ്റു പലരെയും സ്വാധീനിക്കുകയും അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി വളരെയധികം സംശയത്തോടു കൂടി കാണാം. കാരണം സഭയാണ് ഈ കേസ് മുഴുവൻ അട്ടിമറിക്കുന്നതെന്നാണ് പൊതുമധ്യത്തിൽ പറയുന്നത്. പക്ഷേ ഈ നാർക്കോ CD തയ്യാറാക്കിയിരിക്കുന്നത് ഇവരെ പ്രതികളാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു CD ആണ് ഈ നാർക്കോ അനാലിസിസ് CD. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്? CBI ആവാൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ CBI-നേക്കാൾ വലിയൊരു ശക്തി അതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കറിയാം ഡോക്ടർ മാലിനിക്ക് ഇവരുടെ വ്യക്തിപരമായ യാതൊരു വൈരാഗ്യവുമില്ല, അല്ലെ അങ്ങനെ അപ്രകാരം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഏതോ ഒരു ശക്തി ഏതൊരു ശക്തി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സംശയം, ഈ മുൻപ് പ്രതികളാക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ ഉണ്ടായിരുന്ന
ആ വ്യക്തികളുമായി ബന്ധപ്പെട്ടവർ തങ്ങളിലേക്ക് അന്വേഷണം വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ പറയുന്ന സെഫീനെയും അതോടൊപ്പം ഫാദർ തോമസ് കുട്ടൂരിനെയും ബലിയാടുകളാക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതായിരിക്കാം. ഒരു അനുമാനം മാത്രമാണ്, ഒരു നിഗമനം മാത്രമാണ്. ജോർജ്, ഇനി വളരെ രസകരമായ ഒരു കാര്യം, ഈ സി ഡിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിവാദം ഇപ്പോൾ കേരളത്തിലുണ്ട്. ജസ്റ്റിസ് സിറിയക് ജോസഫ് സാറിനെ ഉൾപ്പെടുത്തി ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട്, അദ്ദേഹം അത് അവിടെ സന്ദർശിച്ചത്, ബാംഗ്ലൂരിലെ ഈ ഫോറൻസിക് ലാബ് സന്ദർശിച്ചത് ഈ സി ഡിയിൽ ചില തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നൊക്കെയുള്ളത്. അപ്പോൾ അതിന് യാതൊരു അടിസ്ഥാനമുള്ള കാര്യമല്ല. ഓൾറെഡി കൃത്രിമമായിട്ടുള്ള സി ഡിയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് അവിടെ എത്തുന്നത് തന്നെ ഈ സി ഡി സി ബി ഐക്ക് കൈമാറി 6 മാസത്തിന് ശേഷമാണ്. അവരെത്താൻ അവിടെ വെറുതെ ഫോറൻസിക് ലാബിലേക്ക് തനിയെ എത്തുന്നതല്ല. ഈ ഫോറൻസിക് ലാബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജഡ്ജിമാർക്കായിട്ട് ഒരു പ്രോഗ്രാം നടന്നിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഫോറൻസിക് ലാബുകാർ ഇവരെ ക്ഷണിക്കുകയാണ്, ജഡ്ജിമാരെ ഫോറൻസിക് ലാബ് സന്ദർശിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. പുതിയ അവരുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട്, എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവർ ക്ഷണിക്കണം. ആ ക്ഷണപ്രകാരം ജസ്റ്റിസ് സിറിയക് ജോസഫ് സാർ മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് ജഡ്ജിമാരും, അതോടൊപ്പം തന്നെ ആ സമയത്ത് മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ പ്രവേശിക്കപ്പെട്ടിരുന്നു. ഇവിടെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവരവിടെ ചെലവഴിച്ച് മടങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഈ സി ഡി കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിരുത്താൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 6 മാസം മുമ്പേ ഇത് CBI കോടതിയിൽ സമർപ്പിച്ചുവിട്ട് കഴിഞ്ഞ ഒരു രേഖയാണ്. ആ രേഖയിൽ പിന്നീട് തിരുത്താൻ അസാധ്യമാണ്. മറ്റൊരു വാദം വേണമെങ്കിൽ നമുക്ക് അവിടെ ഉന്നയിക്കാൻ സാധിക്കില്ലേ? ഈ ജോമോൻ പുത്തമ്പുരക്കിലൊക്കെ എനിക്ക് തോന്നുന്നു പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഈ ബാംഗ്ലൂർ ഈ ഫോറൻസിക് ലാബിൽ എത്തുന്നു, ഈ മാലിനീനെ കാണുന്നു, ഈ നാർക്കോ അനാലിസിസ് പരിശോധനയിൽ എന്താണ് എന്നുള്ളൊരു സമ്മറി ലഭിക്കാൻ വേണ്ടി മാലിനിയായിട്ട് ഡിസ്കഷൻ നടത്തുന്നു. അത് പ്രതിഭാഗത്തിന് സഹായകമാകുന്ന ചില പോയിന്റ്സ് ലഭിക്കാൻ വേണ്ടി അങ്ങനെ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇടപെടൽ നടത്തിയെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു ആരോപണം നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ നമുക്കതിനെ ഖണ്ഡിക്കാനും സാധിക്കും. കാരണം ഇത് അല്ലാതെ തന്നെ ഈ പ്രതിഭാഗത്തിന് അവർക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന മെറ്റീരിയലാണ് ഈ സി ഡി. ഈ സി ഡി അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ലോകായുക്ത പോയി അവിടെ ചെന്ന് കാണേണ്ട ആവശ്യം വരുന്നില്ല. അതുമാത്രമല്ല, ഈ സി ഡി എഡിറ്റ് ചെയ്യപ്പെട്ട സി ഡി ആണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഓക്കെ, നമുക്കിനി ഈ ഒരു സംഭവത്തിലെ ഒരു ദുരന്ത നായിക എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം സിസ്റ്റർ സെഫി. ഏറ്റവും കൂടുതൽ ഒരു അപമാനം അവഹേളനം സഹിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് സിസ്റ്റർ സെഫി. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സിസ്റ്റർ സെഫിക്ക് ഒരു കേസിൽ ഇൻവോൾവ് ചെയ്തു എന്ന് പറയുന്ന ആകപ്പാടെയുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് അന്നേ ദിവസം 1992 മാർച്ച് 27 തീയതി അല്ലെങ്കിൽ മാർച്ച് 26 തീയതി രാത്രി, മാർച്ച് 27 തീയതി പുലർച്ചെ സിസ്റ്റർ ആ കെട്ടിടത്തിലെ സെല്ലാർ ഫ്ലോറിൽ തനിക്ക് അലൗട്ട് ചെയ്ത, ആ മഠത്തിലെ മദർ അലൗട്ട് ചെയ്ത തൻ്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്ന ഏക തെളിവ് മാത്രമുള്ളൂ, അല്ലേ? വേറെ ഒരു തെളിവും സിസ്റ്റർ സെഫിക്കെതിരെ തെളിവും സിസ്റ്റർ സെഫിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീടുണ്ടായ ഒരു സംഭവം നമുക്കെല്ലാവർക്കും വേദനയോടുകൂടി നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അതായത് അറസ്റ്റ് ചെയ്ത ഏകദേശം 6 ദിവസത്തിന് ശേഷമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സിസ്റ്റർ സെഫിയെ കന്യാത്വ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സിസ്റ്റർ സെഫിയുടെ സമ്മതം എഴുതി വാങ്ങിയിട്ട് തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് കോടതിയിൽ രേഖയുള്ളത്. അപ്പോൾ ഈ കന്യാത്വ പരിശോധന നടത്തിയത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ജഗദീഷിൻ്റെ ഭാര്യ ഈ അടുത്ത് മരിച്ചുപോയ രമ അവിടുത്തെ ഫോറൻസിക് മെഡിസിൻ മേധാവിയാണ്. അതുപോലെ ഡോക്ടർ ലളിതാംബിക, അവരെ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റാണ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയും കൂടിയാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് സിസ്റ്റർ സെഫിയെ കന്യാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഒരു കാര്യം നമുക്കൊന്ന് വ്യക്തതയ്ക്ക് വേണ്ടി പ്രേക്ഷകരുടെ മുന്നിൽ ഒരു കാര്യം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഇവർ ഈ വിർജിനിറ്റി ടെസ്റ്റിന് സിസ്റ്റർ സെഫിയെ കൊണ്ടുപോയത്? അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ സെഫി ഒരു മോശക്കാരിയായ സ്ത്രീയാണെന്ന് ചിത്രീകരിക്കേണ്ടത് ഇവരെ ആ കേസ് മുന്നോട്ട് പോകേണ്ടതിന് ആവശ്യമുള്ളൊരു ഘടകമായിരുന്നു. അപ്പോൾ CBIയുടെ നന്ദകുമാറാണല്ലോ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്ദകുമാറിന് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു ഇവരൊരു കന്യകയായിരിക്കില്ല എന്നൊരു ധാരണയുടെ പുറത്താണ് നന്ദകുമാർ സിസ്റ്റർ സെഫിയെ കന്യാത്വ പരിശോധനയ്ക്കായിട്ട് അയക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു കേസിനെ ബലം വയ്ക്കുന്ന ഒരു തെളിവായിട്ട് അവർക്കത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ സിസ്റ്റർ സെഫിയെ ഇവർ രണ്ടുപേരും കൂടി പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഇവർ കണ്ടെത്തിയ പ്രധാന നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ സെഫി കന്യകയാണെന്നുള്ളതാണ്. ഹൈമൻ ഈസ് ഇൻടാക്ട്. അതെ, ഹൈമൻ ഈസ് ഇൻടാക്ട് ആൻഡ് വെജൈന ഈസ് നോർമൽ. ഇതാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CBI ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളായിരിക്കും ബാക്കി മറ്റു കാര്യങ്ങൾ. ഇത് നമ്മുടെ അറിവിലുള്ളതല്ല, നമ്മൾ നേരിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖയിലുള്ളതല്ല. ഇത് പക്ഷേ ഈ കണ്ടെത്തലുകൾ അതേ രീതിയിലല്ല അവർ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തത്, അല്ലേ?
അവരുടെ ആ റിപ്പോർട്ടിൽ പക്ഷേ അതിന് ഒത്തിരി വെട്ടും തിരുത്തും മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ? ഈ റിപ്പോർട്ടിൽ വെട്ടും തിരുത്തുണ്ടെന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. എന്താ വെച്ചാൽ എല്ലാ പരിശോധന റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്യുന്നതാണ്, അവിടുത്തെ റെക്കോർഡുകൾ ഉള്ളതാണ്. പക്ഷേ ഇത് ഈ ഡോക്ടേഴ്സിൻ്റെ ഒരാളുടെ വീട്ടിൽ ആയിരുന്നു എന്നൊരു ആരോപണം ഈ നാൾ വരേക്കും അത് അവരുടെ വീട്ടിലായിരുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതാണ് നമ്മൾ ഈ കേസിൽ നമ്മൾക്ക് വളരെ ഒരു വേദനാജനകമായ കാര്യം. ഒരു സ്ത്രീ കുറ്റവാളിയാണ്, ഈ സിസ്റ്റർ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ സിസ്റ്ററിനെ ഇത്രയും അവമാനപ്പെടുത്തുന്ന, ആ സ്ത്രീത്വത്തെ വല്ലാതെ താറടിച്ച് കാണിക്കുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ തലയുയർത്ത് നടക്കാൻ പറ്റാത്തൊരു, പ്രത്യേകിച്ച് ഒരു സിസ്റ്ററും കൂടിയാണ്. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉള്ളത്. അതിന് ഒരു എന്നാ പറയുക, തികച്ചും പൈശാചികവും ക്രൂരവുമായ ഈ ഒരു കൃത്യം നടത്താൻ തയ്യാറായി. അതെ, തീർച്ചയായിട്ടും അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിസ്റ്റർ സെഫി അവിടെ കന്യകയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഒരു കന്യാസ്ത്രീയാണ്. അവരുടെ ഏകദേശം 45 വയസ്സിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഈ കന്യാത്വ പരിശോധനയ്ക്ക് വിധേയമാവുന്നത്. അങ്ങനെ കന്യകയാണെന്ന് തെളിഞ്ഞ സിസ്റ്റർ സെഫിയെ ഏതെങ്കിലും രീതിയിൽ കന്യക അല്ലാതാക്കി തീർക്കണം. ഇതിനുള്ള ഒരു ഗൂഢാലോചനയാണ് അവിടെ നടന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് വന്നിരിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ചില വേർഡ്സുകളുണ്ടല്ലേ, സ്കാർ, സർജിക്കൽ മാർക്ക്, ഇതുപോലെയുള്ള ചില വാക്കുകളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ അവരൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അവർ ഒരിക്കലും ഇത് ഉറപ്പിച്ച് ഇതൊരു സർജിക്കൽ മാർക്കാണെന്ന് അവർ പറയുന്നില്ല. അതിന് സാധ്യതയുണ്ട് എന്നൊരു വാക്ക് എഴുതി വെച്ചിരിക്കണം. അതൊരു അവരുടെ ഒരു ഒളിച്ചുകളി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം അസന്നിഗ്ധമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ജോലിയെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറി മറിഞ്ഞു വരാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരങ്ങനെ പറഞ്ഞില്ല. അവർ അങ്ങനെ ഒരു സാധ്യത എഴുതി വെക്കുകയും എന്നാൽ CBIക്ക് കൊടുത്ത മൊഴിയിൽ അവരിത് പറയുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഹൈമനോപ്ലാസ്റ്റി എന്നൊരു പദം തന്നെ വരുന്നത്. CBIക്ക് കൊടുത്ത മൊഴിയിൽ സിസ്റ്റർ സെഫി ഹൈമനോപ്ലാസ്റ്റി നടത്തിയിരിക്കാം എന്നൊരു സൂചന ആ മൊഴിയിൽ രേഖപ്പെടുത്തി. അവിടെ വെച്ചാണ് ഈ കേസിന് മൊത്തം ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. അത് മാത്രമല്ല, ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം, ഇവർ രണ്ട് വ്യക്തികളും തങ്ങളുടെ പഠന കാലയളവിലോ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളോ ഒരിക്കൽ പോലും ഈ ഹൈമനോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പഠനപരമായിട്ടൊരു നോളജ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് ഹൈമനോപ്ലാസ്റ്റി എന്നൊരു കാര്യത്തെ പറ്റി പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ അത്ര ഒരു ശസ്ത്രക്രിയ നടത്താനുള്ള ഒരു സാധ്യത അന്ന് ഇന്ത്യയിൽ ഇല്ല താനും, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ ആ കാലത്ത് ഇല്ല. ഇവർ പരിശോധന നടക്കുന്ന കാലത്തേക്ക് ഇന്ത്യയിൽ ഈ ചികിത്സ ഈ സർജറി ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ കേരളത്തിലുള്ളവരൊക്കെ ആദ്യമായിട്ട് കേട്ടൊരു പദമായിരിക്കും ഹൈമനോപ്ലാസ്റ്റി എന്ന പദം. ഈ അഭയ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളിൽ ഇങ്ങനെയാണ് വന്നത്. സിസ്റ്റർ സെഫി കന്യാചർമ്മം വെച്ചുപിടിപ്പിച്ചു എന്ന രീതിയിലാണ് ഒരു വലിയൊരു വാർത്ത വന്നിരിക്കുന്നത്. ഈ വാർത്തയ്ക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ മാധ്യമങ്ങളും നദോമാറും ജോമോനൊക്കെ ഉൾപ്പെടുന്ന ഒരു കോക്കസിൻ്റെ കാര്യം നമുക്ക് വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ അതിസ്വകാര്യതയിൽ ഒരു ശക്തമായി നുഴഞ്ഞു കയറി അത് പൊതുമൊത്തത്തിൽ കൊണ്ടുവരിക, അത് വീണ്ടും അവരെ അവഹേളിക്കുക, ആ ഒരു ലക്ഷ്യത്തോട് ചെയ്തതാണ്, അല്ലേ? മറ്റൊരു ജോർജ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ ഒരു വനിതാ സംഘടനകളോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരോ ഒന്നും തയ്യാറായില്ല. അത് വളരെ വിരോധാഭാസം തന്നെയാണ്. പിന്നെ ഈ ജോജി പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അത്തരമൊരു സംവിധാനമില്ല, ഹൈമനോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമില്ല. അപ്പോൾ തന്നെ ഈ കോടതി വിധിന്യായത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു ഡേറ്റ് അത് വളരെ വൈരുദ്ധ്യമാണ്. അത് ഈ വിധിന്യായം വിധിച്ച ജഡ്ജി തന്നെ പറയുകയാണ്, ഈ ഹെമിനോപ്ലാസ്റ്റി എന്ന ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ ആ ഒരു സർജറി നടന്നത് ഈ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് തലേദിവസമാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് കോടതി വിധിക്കുന്നു. അത് എവിടെ നടന്നു, ആര് നടത്തി, എന്തിനു നടത്തി എന്നൊന്നും കോടതി അന്വേഷിച്ചില്ല. അതെ, ഇത് വേഗമായിട്ടുള്ളൊരു റിപ്ലൈ ആണ് അതിന് നമുക്ക് കിട്ടുക. അതായത് സഭയ്ക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, സഭയ്ക്ക് ഒരുപാട് ആശുപത്രികളുണ്ട്. സഭയുടെ ഏതോ ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് ആണ് ഈ കാര്യം ചെയ്തിരിക്കുന്നതെന്നാണ്. നമുക്ക് കേരളത്തിൽ എത്ര പേര് ഹൈമനോപ്ലാസ്റ്റി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര പേർക്ക് അറിയാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ഹൈമനോപ്ലാസ്റ്റി ചെയ്യുന്ന ഡോക്ടേഴ്സ് കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണ് ഈ ഹെമിനോപ്ലാസ്റ്റി, അതായത് CBI സംബന്ധിച്ചിടത്തോളം. അത് ആര് നടത്തി, എന്തിനു നടത്തി എന്നൊരു കാര്യം കോടതി അന്വേഷിക്കാൻ മെനക്കെടുന്നില്ല. തൊട്ട് തലേദിവസം നടത്തി എന്ന വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അതിനകത്ത് കോടതി എഴുതിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, അവർ ഈ കേസ് അല്ലെങ്കിൽ ഇവരെ പ്രതികളാക്കാനുള്ള ആ ഒരു ആസൂത്രണത്തിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിസ്റ്റർ വെർജിൻ അല്ല എന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അവർ അന്ന് സാധ്യമായ ഏത് മാർഗവും ഉപയോഗിച്ചു എന്നുള്ള മനസ്സിലാക്കും. അതോടൊപ്പം ഈ സിസ്റ്ററിനെ അപമാനിക്കാൻ ഇവർ കാണിച്ച മറ്റൊരു വളരെ ഹീനം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ വിർജിനിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സിസ്റ്ററിൻ്റെ ഒരു മാറിടത്തെ സംബന്ധിച്ച ഒരു പരിശോധന. ആ പരിശോധന വളരെ സ്വകാര്യമായിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് മാധ്യമങ്ങൾക്ക് എത്തി അല്ലേ? അതെ, മാധ്യമങ്ങളിൽ അത് വലിയൊരു വാർത്തയായിട്ട് വരികയാണ്. ആ വാർത്ത കൊടുത്തത് ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഓക്കെ, എത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സ്വകാര്യത തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനെതിരെ ആരും തന്നെ ശബ്ദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. വളരെ 1-2 പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാക്കൾ വൃന്ദ കാരാട്ടും മാനി രാജയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു വനിതാ പ്രതിനിധിയെ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചതായിട്ട്. എല്ലാവരും സിസ്റ്റർ സ്റ്റെഫിക്ക് എതിരായിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ദിനങ്ങളിൽ സിസ്റ്റർ സ്റ്റെഫി വളരെ ക്രൂരമായ ഒരു മാനസിക ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അല്ലേ? വളരെ ശക്തമായ ഒരു മാനസിക പീഡനം ആ അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലുള്ള തൻ്റെ ആ ഒരു ചാരിത്രത്തെ തന്നെ, അല്ലെ, തൻ്റെ മാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ. താനൊരു കന്യകയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത സിസ്റ്ററിന്റെ മേൽ വന്ന് ഭവിച്ച വലിയൊരു അവസ്ഥ. ഏത് ബോർഡിന്റെ മുന്നിലും ഏത് കോടതിയുടെ മുന്നിലും ഞാൻ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ ഒരു വെർജിനിറ്റി തെളിയിക്കാൻ എന്നൊരു സ്ത്രീക്ക് പറയേണ്ട ഒരു ദാരുണമായ അവസ്ഥ. നമ്മുടെ സിസ്റ്റർ സെഫി കോടതിയിൽ അത് പറയുന്നുണ്ട്. കോടതിയിൽ അത് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പെറ്റീഷനും സമർപ്പിച്ചിട്ടുള്ളതാണ്. കോടതി നിശ്ചയിക്കുന്ന ഏത് മെഡിക്കൽ ബോർഡിന് മുമ്പിലും താൻ ഈ പരിശോധനയ്ക്ക്, അതായത് താൻ കന്യകയാണെന്ന് തെളിയിക്കാൻ തയ്യാറാണ്, ഇതിനെ എന്നെ അനുവദിക്കണം എന്ന് സിസ്റ്റർ സെഫി പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യം CBIനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. CBI അത് തടയാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈ കേസ് വിചാരണയ്ക്ക് എടുത്തപ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണല്ലോ വിചാരണയ്ക്ക് എടുക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം വിചാരണയ്ക്ക് എടുത്ത ഈ സമയത്ത് ഒരിക്കൽ പോലും സിസ്റ്റർ സെഫിയെ രണ്ടാമതൊന്ന് പരിശോധിക്കാനായിട്ട് ഇവർ ആരും തയ്യാറായില്ല എന്നുള്ളത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ സിസ്റ്റർ സെഫിക്കെതിരെ നമ്മളിപ്പോൾ ഈ ഹെമിനോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു, ഈ വിർജിനിറ്റി ടെസ്റ്റ് ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ആപ്പാടെ ഉണ്ടായിരുന്ന ഒരു തെളിവ് സെല്ലാർ റൂമിലെ ആ ഒരു താമസം, അതിൻ്റെ ഒരു വൈരുദ്ധ്യം നാം ചർച്ച ചെയ്തു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സിസ്റ്റർ സെഫിക്കെതിരെ ഈ കുറ്റാരോപതയാക്കാൻ വേണ്ടി CBI മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു? സിസ്റ്റർ ഒരു മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ബോധപരമായ ശ്രമം ഉണ്ടായിരുന്നു. അത് ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസഫ് പത്രിക്കയിലും മോശക്കാരാണെന്ന് ചിത്രീകരിക്കുവാനുള്ള പല ഒരു ശ്രമങ്ങളുണ്ടായിരുന്നു. അവർക്ക് സ്വഭാവദൂഷ്യം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുവാൻ ചിലരുടെയൊക്കെ മൊഴി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിസ്റ്റർ സെഫി മാത്രമല്ല അല്ലേ? സിസ്റ്റർ സെഫിനെ മോശക്കാരിയെ ചിത്രീകരിക്കാൻ മറ്റ് തെളിവുകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. സിസ്റ്റർ സെഫിനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ചെയ്തതാണ് ഈ ഹൈമെനോപ്ലാസ്റ്റി എന്നുള്ള ഒരു വാദം. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. മറ്റു വാദങ്ങളുള്ളത് അച്ഛന്മാർക്കെതിരെയാണ് ഉള്ളത്. അച്ഛന്മാരെ മോശക്കാരെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2008 സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ഈ കാലഘട്ടം വരെ സിസ്റ്റർ ശരിക്ക് കർത്താവിനോടൊപ്പം കുരിശിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലേ? കാരണം പല വീഡിയോയിലും കാണാം സിസ്റ്റർ ആ ക്രൂശിത രൂപം കയ്യിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും പോലീസിന്റെ കൂടെയൊക്കെ പോകുന്നത്. സിസ്റ്റർ മിണ്ടുന്നില്ല, പലപ്പോഴും ക്രൂശിത രൂപത്തിൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിന്റെ വളരെ ഒരു വികാരപരമായ, അത് മനസാക്ഷിയുള്ള ആർക്കും മനസാക്ഷി അലിയുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങളാണ് അതൊക്കെ. അല്ല, ഇതുവരെയും എന്നിട്ടും സിസ്റ്ററിനെ മാധ്യമങ്ങൾ വിടാൻ തയ്യാറാകുന്നില്ല. അവസാനമായിട്ട് സിസ്റ്ററിനോട് ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചത് കുറ്റബോധം ഉണ്ടോ എന്നതാണ്. സിസ്റ്റർ വളരെ അതിനുള്ള മറുപടി സിസ്റ്റർ വളരെ ധൈര്യത്തോടെ പറഞ്ഞു, ഇല്ല, എനിക്ക് യാതൊരു കുറ്റബോധമില്ല. കാരണം വെച്ചാൽ തെറ്റ് ചെയ്താൽ പോലെ കുറ്റബോധം. സിസ്റ്ററിന് ഉറപ്പുണ്ട്. മാധ്യമങ്ങൾ അത് കൊടുത്തത് കുറ്റബോധം, വലിയ തെറ്റ് ചെയ്തിട്ടും കുറ്റബോധമില്ലാത്ത ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇതുവരെ. ഓക്കെ, പക്ഷേ ഈ മാധ്യമങ്ങൾക്കെല്ലാം ഇതല്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, സിസ്റ്ററിനോട് ചേർന്ന് പറയാനുള്ളതാണ്, ഇവരോടെല്ലാം ദൈവം ക്ഷമിക്കട്ടെ. ദൈവം ക്ഷമിക്കട്ടെ. അതെ അതെ, സിസ്റ്റർ അതല്ല പറഞ്ഞത്. അതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു വാക്കാണ് പറഞ്ഞത്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ തന്നെ ക്രൂശിച്ചവരെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരു ബോഡി, ആ ബോഡിയിൽ സംഭവിച്ച മുറിവുകൾ, ഒരു ക്ഷതങ്ങൾ, അത് സംബന്ധിച്ച് ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു ഡോക്ടറുടെ ഒരു കൺക്ലൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വലിയ ദുരൂഹതയുണ്ട്, എന്തോ ഒരു വലിയ പ്രഷർ ആ കുടുംബത്തിൻ്റെ മേലുണ്ട്. TV-യിലൊക്കെ സ്ക്രോൾ വന്നിരുന്നു, വിവി അഗസ്റ്റിനിലേക്ക് അന്വേഷണം പോകുന്നു, വിവി അഗസ്റ്റിൻ ഇതിൽ പ്രതിയാകുന്നു എന്ന കാര്യങ്ങളുടെ ആ വാർത്ത കണ്ട സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്.